മന്ത്രിസ്ഥാനം പോയാൽ രക്ഷപ്പെട്ടേനെ എന്ന സുരേഷ് ഗോപിയുടെ പരാമർശത്തിൽ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. എനിക്കിത് നേരത്തെ തോന്നി. സാറ് പട്ടി തേങ്ങ വെച്ചപ്പോ മന്ത്രി പദവിയിലിരുന്ന് സിനിമ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് അവസരം നൽകിയേക്കില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇപ്പൊ ഭ്രാന്തില്ല, പക്ഷെ നിങ്ങൾ എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കും. കടുത്ത നിലപാട് തുടർന്നാൽ മന്ത്രി പദവി ഒഴിവാക്കുന്നതും ആലോചിക്കും. ഇത് സത്യം, ശിവം, സുന്ദര. സിനിമ ചെയ്യുന്നത് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഭരണഘടനാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. ഇനി എത്ര പടം ചെയ്യാനുണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു 22 എണ്ണമെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പം അമിത്ഷാ പേപ്പർ കേട്ട് അങ്ങനെ എടുത്തൊരു സൈഡിലോട്ട് അങ്ങ് ഇറങ്ങി. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? നീ അങ്ങനെ ധരിച്ച സ്ഥിതിക്ക് ഇനി നിന്നെ തിരുത്തിയോണ്ട് വലിയ പ്രയോജനമില്ലെന്ന് അയാൾ കരുതി കാണും. പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. याद रखो, कोई बक्सा लेकर बॉम्बे में आते तो मार खाएंगे, समझा? संपूर्ण चाचरदा बंदर का बच्चे. ഞാൻ സെപ്റ്റംബർ 6 പോരും. അപ്പൊ അതിനൊരു തീരുമാനമായി. എനിക്ക് ഭ്രാന്തില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും സ്വയം തെളിയിക്കാനുമാണ് ഇത്രയും പറഞ്ഞത്. ഇനി അതിന്റെ പേരിൽ അവര് പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയാം. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. ഫിലിം ചേംബർ സ്വീകരണത്തിൽ സുരേഷ് ഗോപി നടത്തിയ ഈ പ്രസംഗമാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അഭിനയിക്കുന്നതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടുവെന്ന പരാമർശം സർക്കാരിനും ക്ഷീണമായി. നാട്ടുകാരോട് പോയി പണം നോക്കാൻ പറയാ. അഭിനയിക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തിന്മേൽ പരിഗണിക്കാമെന്ന ഒഴുക്കൻ മറുപടി നൽകിയതല്ലാതെ ഇനിയും അനുമതി നൽകിയിട്ടില്ല. എന്റെ അനന്ത താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങി. സാറിന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ ഇങ്ങനെയായത്. ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ആവശ്യമെന്നതിനാൽ സർക്കാരിന് ആലോചിച്ച ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ. മന്ത്രി പദവിയിലിരുന്ന് പണസമ്പാദനത്തിനുള്ള മറ്റു വഴികൾ തേടരുതെന്നാണ് നിലവിലെ ചട്ടമെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്നതുപോലെ. പാർട്ട് ടൈം മിനിസ്റ്റർ എന്നും പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മുടെ ഭരണഘടനയിലില്ല. മന്ത്രിമാർക്ക് വേണ്ടി ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പണമിടപാടുകളുള്ള ഒരു ബിസിനസ് പരിപാടികളിലും ഇടപെടാൻ പാടില്ല ഒരു മന്ത്രി ആയി കഴിഞ്ഞാൽ. സുരേഷ് ഗോപിക്ക് അനുമതി നൽകിയാൽ മറ്റുള്ളവരും ആവശ്യങ്ങളുമായി എത്തിയേക്കാം. അത് പ്രതിസന്ധിക്കും നിയമപ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. വളരെ മോശമായി. പ്രസംഗത്തിലേക്ക് അമിത്ഷായെ വലിച്ചിഴച്ചതിലും കേന്ദ്ര നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. നിനക്ക് സംതൃപ്തിയായിട്ടാ ചതിയോ? ഇമ്മാതിരി വിവരക്കേട് എന്റെ അടുത്തെടുക്കരുത്. ഇപ്പൊ എനിക്ക് എന്നെ കിട്ടൂല. മന്ത്രി പദവിയിലിരുന്ന് തുടർച്ചയായി സുരേഷ് ഗോപി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിലെ അതൃപ്തി സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും സിസ്റ്റമാറ്റിക് ആയിരിക്കണം. എന്താ ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. മന്ത്രിമാർക്ക് എന്തും വിളിച്ചു പറയാവുന്ന സാഹചര്യം മോദി കൂടുതൽ ദുർബലനായതിന്റെ തെളിവാണെന്ന് മാണിക്കം ഠാഗൂർ എം പി വിമർശിച്ചു. ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതങ്ങനെ നിന്റെ തലയിലാവണം. നീ കയറിയേക്കോ? ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ. എന്നെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.